അമ്മയുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് വിൻസി അമ്മ അംഗമല്ല, പക്ഷേ ഷൈൻ ടോം ചാക്കോ നിങ്ങളുടെ സംഘടനയിലെ അംഗമാണ്. അമ്മയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളൊരു വിശദീകരണം ഷൈൻ ടോം ചാക്കോയോട് ചോദിച്ചിരുന്നോ? ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല, പോലീസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല നടനുമായി. നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വിശദീകരണം തേടാനോ അല്ലെങ്കിൽ അയാളുമായി ആശയവിനിമയം നടത്തുവാനോ സാധിച്ചിട്ടുണ്ടോ? നമുക്കതിന് വിശദീകരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിൻസിയുടെ ഒരു കംപ്ലൈന്റ് കിട്ടിയപ്പോൾ കംപ്ലൈന്റിനെ അടിസ്ഥാനമാക്കി നമ്മളൊരു വിശദീകരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷൈനെ നമുക്കൊന്ന് റീച്ച് ചെയ്യാനോ സംസാരിക്കാനോ സാധിച്ചിരുന്നില്ല. ഇപ്പം ഷൈന്റെ ഫാദറാണ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തിങ്കളാഴ്ച വരെ നമ്മളൊരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച തരാം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ വിഷയത്തിൽ വിൻസിയുടെ പരാതി നിങ്ങളുടെ മുന്നിലുണ്ട്. ലഹരിക്കെതിരെ നാടാകെ വലിയ പ്രതിരോധം തീർക്കുമ്പോൾ, വലിയ പ്രതിഷേധം പല ഘട്ടങ്ങളിൽ ഉയരുമ്പോൾ ഇത്തരമൊരു ആക്ഷേപം, പ്രത്യേകിച്ച് ഇനി ലഹരി ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പോലും എന്തിനാണ് ആ ഇറങ്ങിയോട്ടം, അത് സിനിമാ മേഖലയെ ആകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഒരു നടപടിയായി പോയില്ലേ? അല്ല, അത് ഞാൻ 2 ദിവസം ഞാനൊരു ട്രാവൽ ആയതുകൊണ്ട് ഞാൻ വാർത്തകളിലൂടെ മാത്രമേ അത് അറിഞ്ഞിട്ടുള്ളൂ. എന്താണ് അതിന്റെ സിറ്റുവേഷൻസും സീരിയസ് അതിന്റെ കാര്യം എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാനപ്പം പലപ്പോഴും വാർത്തകളിലൂടെയാണ് ഈ പറയുന്ന റെസ്പോൺസുകളിലൂടെയൊക്കെയാണ് ഞാൻ പലപ്പോഴും അതിനെപ്പറ്റി അറിഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മൾക്ക് വന്നിരിക്കുന്ന കംപ്ലൈന്റ് വെച്ചിട്ട് നമ്മളത് കൃത്യമായിട്ട് തന്നെ അതിനൊരു മറുപടിയും അതിനൊരു വിശദീകരണം വേണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമാണ് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. പിന്നെ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച് അത് സിനിമാ മേഖലയിൽ നിന്നല്ല, നമ്മുടെ നാട്ടിലിപ്പം ഞാൻ ഓൾറെഡി ഒരു ഓർഗനൈസേഷനിൽ കാര്യമായിട്ട് ഈ കുട്ടികൾക്കും ഒക്കെ ക്യാമ്പയിനും അവരുടെ ഒരു ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ അവരുടെ കൂടെ എടുക്കാറുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാം കുട്ടികളുടെ ഇടയിൽ ലഹരിക്ക് ഉണ്ടാവുന്ന വലിയൊരു സ്വാധീനമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളത് ചിന്തിക്കാറില്ല. ഇപ്പൊ ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകും, അല്ലെ ഒരു ലഹരിക്ക് അടിമയായിട്ട് ഒരു കുട്ടിയെ അമ്മയെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ വീട്ടിലുള്ള ഇരിക്കുന്നവരെ ഉപദ്രവിച്ചു എന്ന് കേൾക്കുന്നത് ഒരു വാർത്ത മാത്രമാണ് പല ആൾക്കാർക്കും. ഒരിക്കൽ ഈ ലഹരിയുടെ ഒരു വ്യാപനം ഇതേപോലെ പോകുവാണെങ്കിൽ ഇതേ വാർത്ത സ്വന്തം വീട്ടിലും ഇങ്ങനൊരു വാർത്ത കേൾക്കേണ്ടി വരും, വീട്ടിലും ആ ഒരു വാർത്തയുടെ അനുഭവം ഉണ്ടാകും എന്ന് തിരിച്ചറിയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഓരോരുത്തരും നമ്മൾ സ്വയം നമ്മളുടെ തൊട്ടടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ആളിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ഈ ഒരു വിപത്തിൽ നിന്ന് നമുക്ക് മോചിതരാവാൻ പറ്റൂ. കാരണം പുതിയൊരു തലമുറയെ സംബന്ധിച്ച് ഈ രാസലഹരി, പ്രത്യേകിച്ച് രാസലഹരി ഉപയോഗിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഉത്തേജനവും അവർക്കുണ്ടാവുന്ന ഒരു എന്താ പറയാ ഒരു പവർ, ആ പവറിനെയാണ് ഇവർ പക്ഷെ അത് ഒരു നശിക്കാനുള്ള ഒരു പവറാണ്, അല്ലെങ്കിൽ ആ ഒരു നാശത്തിലേക്കുള്ള ഒരു ഉത്തേജനമാണ് എന്ന് തിരിച്ചറിയപ്പെടുന്നില്ല പല സമൂഹത്തിലുള്ള പല കുട്ടികളും പലരും. അപ്പം അത് കൃത്യമായി തിരിച്ചറിയപ്പെടുത്താൻ ഓരോ വീട്ടിലുള്ളവരും ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും ഒരേപോലെ, നമ്മളിപ്പം ചർച്ച ചെയ്തിട്ടോ ഡിബേറ്റ് നടത്തിയിട്ടോ അല്ല, ശരിക്കും ഓരോരുത്തരും ഇൻഡിവിജ്വലി. തീർച്ചയായും മോഹൻ, നമ്മുടെ ചർച്ചകൾക്കപ്പുറത്തേക്ക് ഈ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നതിനപ്പുറത്തേക്കൊക്കെ വലിയ ഇടപെടൽ വേണം. മുമ്പൊരിക്കൽ ഇതേ പോലൊരു സാഹചര്യത്തിലാണ് എക്സൈസ് സിനിമാ സെറ്റുകളിൽ പരിശോധന നടത്തും, ലഹരി പരിശോധന നടത്തും പോലീസ് എന്ന് പറയുകയുണ്ടായത്. അത്തരത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം അത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങിയപ്പോൾ പല്ലും നഖം ഉപയോഗിച്ചാണ് ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിനെ എതിർത്തത്. അത്തരത്തിലൊരു നടപടിയിലേക്ക് വന്നാൽ ഇന്ന് എക്സൈസ് മന്ത്രി തന്നെ പറഞ്ഞത് സിനിമാ സെറ്റുകൾ പവിത്രമായ ഇടങ്ങളല്ല, അവിടെ പരിശോധന വേണ്ടി വന്നാൽ പരിശോധിക്കുമെന്നാണ്. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയാൽ അമ്മ എന്ന താരസംഘടന ഞങ്ങളിൽ പാപം ചെയ്യുന്നവരില്ല, അല്ലെങ്കിൽ അവരെ ഞങ്ങൾ മാറ്റി നിർത്തുമെന്ന നിലപാടെടുത്തുകൊണ്ട് ആ പരിശോധനയെ സ്വാഗതം ചെയ്യുമോ? സംഘടനയുടെ അഭിപ്രായം, സംഘടനയുടെ ഒരു എല്ലാവരും ചേർന്നെടുക്കുന്ന ഒരു തീരുമാനമാണ്. പക്ഷെ അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ എടുത്തൊരു തീരുമാനം തന്നെയാണ് ലഹരിക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, അത് ഏത് സംഘടന ചെയ്യുന്നതായാലും ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളായാലും ലഹരിക്കെതിരെ ഉള്ള പ്രവർത്തനങ്ങളിൽ ശക്തമായി തന്നെ ഒറ്റക്കെട്ടായി അമ്മ സംഘടന കൂടെ ഉണ്ടാകും എന്ന ഐക്യകണ്ഠേന നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നമ്മൾ എടുത്ത ഒരു തീരുമാനമായിരുന്നു. അപ്പം ആ തീരുമാനത്തിൽ തന്നെയാണ് അമ്മ സംഘടന നിലനിൽക്കുന്നത് എപ്പോഴും. ശരി, ഏതായാലും നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. വിനു മോഹൻ അമ്മ അഡ്ഹോക് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പറഞ്ഞത് ഷൈൻ ടോം ചാക്കോയുടെ പിതാവുമായാണ് ആശയവിനിമയം നടത്തിയത്. ഏതായാലും വിശദീകരണം നൽകും നടൻ, അതിനുശേഷമായിരിക്കും അവരുടെ ബൈലോ അനുസരിച്ചുള്ള തുടർ നടപടികൾ എന്നതാണ് പ്രതികരിച്ചത്.